പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഏറ്റവും ഒടുവിൽ മാത്രം ചില ഇമോഷണൽ കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ ഇളക്കുന്ന ഒരു പതിവ് നമുക്ക് പലപ്പോഴും ഉണ്ട്. പക്ഷേ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ അങ്ങനല്ല, ദൈവവചനം വായിക്കുമ്പോഴും അങ്ങനല്ല. അതിൻ്റെ ഓരോ വാക്കുകളിലും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള എന്താ ഉളി, ചിസ്ലിങ് എന്താ നമ്മൾ പറയുന്നത്, അതിന് എന്താ ഉളിയാണ്? കൊത്തുളി. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന കൊത്തുളി ഓരോ വേദപുസ്തക വാക്കുകളിലും കർത്താവ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളിലും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ കൊത്തിപ്പണിയുന്ന, കൊത്തുളി എന്ന് പറയുമ്പോൾ അതാണല്ലോ അർത്ഥമാക്കുന്നത്. ഒരു പ്രതിമ നിർമ്മിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അവൻ്റെ കൊത്തുളി കൊണ്ട് രൂപം വരുത്തുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തിന് അനുരൂപരാകുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൊത്തുളികളാണ് അവൻ്റെ വചനമൊക്കെ. നമ്മളെ ചിസിൽ ചെയ്ത് കളയാൻ, അവൻ്റെ സ്വഭാവത്തോട് അനുയോജ്യമല്ലാത്തതിനെല്ലാം ചെത്തിക്കളയാനായിട്ട് അവൻ ഒരുക്കി വച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹാബേൽ എൻ്റെ കാര്യം. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം. അത് ശരിക്കും ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചാൽ മനസ്സിലാകുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ടിട്ടില്ലാതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ നിയമ വിശുദ്ധന്മാരുമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നത്. അവർ ഈ പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു, അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടി സംസാരിക്കുന്നു പറഞ്ഞതിനകത്തൊന്നും എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. നമ്മൾ പറയും പഴയ നിയമത്തിലെ വിശുദ്ധന്മാരൊക്കെ അവരൊക്കെ ഹാബേലിൻ്റെ രക്തത്തിൻ്റെ പ്രശ്നം, അവൻ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ചു അല്ലേ, അല്ലെങ്കിൽ കയ്യിനോട് പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓരോ പഴയ നിയമ വിശുദ്ധന്മാരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ 137 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 7ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്നതായ വ്യക്തികൾ ഈ ബാബിലോണിലുള്ള ആളുകളോട് അവരുടെ മനോഭാവം എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നത് അവിടെയാണ്. വേഴ്സ് 7-9, 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ഇടിച്ചുകളവിൻ, അടിസ്ഥാന ബലിയതിന് ഇടിച്ചുകളവിൻ എന്നിങ്ങനെ പറഞ്ഞ് ഏദോമ്യർക്കായി യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ആരാ ഇത് പറയുന്നത്? പ്രവാസത്തിലിരിക്കുന്ന യഹൂദ ജനതയാണ്. അവര് 137 സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് ഞങ്ങൾ കരഞ്ഞു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങളുടെ വീണകളെയൊക്കെ ഞങ്ങൾ തൂക്കിയിട്ടു. അപ്പോൾ ബാബേൽ നിവാസികൾ വന്നിട്ട് ചോദിക്കുകയാണ് പ്രവാസികളോട്, നിങ്ങളെന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നല്ല സൗകര്യമല്ലേ, സുഖമല്ലേ? ശരിയാണ്. യെരൂശലേമും ബാബിലോണും തമ്മിൽ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കോഴിക്കോടും കാലിഫോർണിയയും തമ്മിലുള്ള വ്യത്യാസം പോലെ ഉണ്ട്. കോഴിക്കോട് നിന്ന് ഒരാളെ കാലിഫോർണിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നിടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കോഴിക്കോട് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ എത്ര അവർ നീ എന്തോടായി കാണിക്കുന്നത്, എന്തൊരു മണ്ടത്തരമാ, കോഴിക്കോട് എവിടെ കിടക്കുന്നു, കാലിഫോർണിയ എവിടെ കിടക്കുന്നു, നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിക്കും അല്ലേ നോർമലി. ഇതുപോലെയാണ് ബാബേൽ നിവാസികൾ വന്ന് ചോദിക്കുന്നത്, എന്തോടെ യെരൂശലേമിനെ ഓർത്ത് ഇത്രമാത്രം കരയാൻ? നീ വന്നിരിക്കുന്നത് ബാബേലിലല്ലേ, നീ ബാബിലോണൊന്ന് നോക്ക്, അതിൻ്റെ മഹത്വം ഒന്ന് കാണ്. പക്ഷെ അവർ പറഞ്ഞു എനിക്ക് ഈ മഹത്വം ഒന്നും കാണണ്ട, സിയോനെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണ്. അവർ പറഞ്ഞു നീ ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്തോത്രഗാനം പാടും. കർത്താവ് നിങ്ങളെ ആ കോഴിക്കോട്ട് നിന്ന് രക്ഷപ്പെടുത്തി കാലിഫോർണിയയിൽ കൊണ്ടുവന്നതിനെ ഓർത്ത് നിങ്ങളൊന്ന് സ്തുതിച്ചേ. നമ്മളാണെങ്കിൽ സ്തുതിച്ചോളൂ, നമുക്ക് അതേ ഉള്ളൂ സ്തുതി. ആകപ്പാടെ ഇവിടെ നിന്നെങ്കിലും രക്ഷപ്പെട്ടങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ സ്തുതി മുഴുവൻ വരുന്നത്. അവർ പറയുന്നത് അതല്ല, ഇല്ല എൻ്റെ കോഴിക്കോട് എന്ന് പറയുന്ന പോലെ ഞങ്ങൾ യെരൂശലേമിനെ മറന്നുപോയാൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ, യെരൂശലേമിനെ ഞാൻ ഓർക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. കാര്യം അവർക്ക് യെരൂശലേം അത്രയ്ക്കും വലിയൊരു പാഷനായിരുന്നു. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താണ്? ബാബേലെ, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, നീ ചെയ്യുന്നവൻ ഭാഗ്യവാൻ, നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഈ പ്രതികാരത്തിൻ്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവർ പറയുന്നത് അവരുടെ ഇഗ്നറൻസിൽ നിന്നാണ്. എന്ത് ഇഗ്നറൻസ്? അവരാരും കാൽവറി ക്രൂശിലെ സ്നേഹം കണ്ടിട്ടില്ലല്ലോ. കാൽവറി ക്രൂശിന്റെ ദർശനം ഉണ്ടായവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 24-ാം അധ്യായമാണല്ലോ ഞാൻ പറഞ്ഞത്. 2 Chronicles chapter 24 അതിൻ്റെ 20 തൊട്ട് 24-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. എന്നാളെ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സെഖരിയാവിൻ്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവനോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പനപ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാശ് രാജാവ് തന്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യഹോയാദാ പുരോഹിതനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോവാശ് രാജാവിനെ ജീവൻ രക്ഷിച്ച് അവനെ വളർത്തിക്കൊണ്ടുവന്നത്. അവന്റെ സഹോദരിയുടെ മകനാണ്.
എന്നാൽ ഈ രാജാവ് അവന്റെ ജീവിതത്തിൽ ഈ പുരോഹിതൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഓർക്കാതെ സെഖരിയ പ്രവാചകൻ യഹോയാദാ പുരോഹിതന്റെ മകനാണ്. സെഖരിയാവിനെ എന്ത് ചെയ്തു? സെഖരിയ പ്രവാചകന്റെ പ്രവചനത്തെ കണക്കാക്കാതെ രാജാവിന്റെ കൽപ്പന പ്രകാരം, രാജാവ് കൽപ്പന കൊടുത്തു, തൻ്റെ ജീവൻ രക്ഷിച്ച യഹോയാദാ പുരോഹിതന്റെ മകനെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന കൊടുത്തു. സെഖരിയ പുരോഹിതൻ പറയുന്ന കാര്യം എന്താണ്? ജസ്റ്റ് വൺ തിങ്. എന്താ? യഹോവ നോക്കി ചോദിച്ചോളട്ടെ, ദൈവം നിന്നോട് ചോദിക്കാതിരിക്കത്തില്ല. ഇതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം. സെഖരിയ പുരോഹിതൻ അല്ലെങ്കിൽ സെഖരിയ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം യഹോവയെ കണ്ടിട്ടുണ്ട്. പക്ഷേ ശത്രുക്കളുടെ കൈകൾ കൊണ്ട് ആണിയടിക്കപ്പെട്ട് ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന യേശുവിൻ്റെ ദർശനം ആർക്കുണ്ടായിട്ടില്ല? സെഖരിയ പുരോഹിതന് ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ സ്റ്റോറികൾ പറഞ്ഞിട്ട് അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്താൽ കുഴപ്പമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാര്യം അവരുടെ ദർശനത്തിന് അത്രയുമേ വ്യാപ്തിയുള്ളൂ. അവരുടെ വെളിപ്പാടുകൾ ആ ഒരു നില മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. യേശുവിൻ്റെ ദർശനം കിട്ടിയ ഒരു വ്യക്തിക്ക് കാൽവറി ക്രൂശിൽ പിടയുമ്പോഴും ക്രൂശിച്ചവരോട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ദർശനം ലഭിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം തോന്നുന്നത് സ്വാഭാവികമല്ല. പഴയ നിയമത്തിൽ അത് സ്വാഭാവികമാണ്, പക്ഷെ ഇന്നത് സ്വാഭാവികമല്ല. എന്തുകൊണ്ട് സ്വാഭാവികമല്ല? കാലഘട്ടത്തിൻ്റെ വ്യത്യാസമല്ല, പ്രത്യുത കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്, അല്ലെങ്കിൽ വെളിപ്പാടിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ പറയും പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെ. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇങ്ങനെ ആയത്? ചില ആളുകളെല്ലാം പറയുന്നു പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, പുതിയ നിയമത്തിൽ ഇങ്ങനെ അല്ല. സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ എന്തുകൊണ്ടല്ല? കാരണം പുതിയ നിയമത്തിൽ നമുക്കൊരു വലിയ വെളിപ്പാട് കിട്ടിയിരിക്കുന്നു. എന്ത് വെളിപ്പാട്? ക്രൂശിൽ കിടക്കുമ്പോഴും ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതേപോലെ തന്നെ പാപക്ഷമയെക്കുറിച്ചുള്ള ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നുണ്ട്. 6:14 നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. പ്രിയമുള്ളവർ, ഈ ഭാഗമൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ പാപക്ഷമയുടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നവൻ്റെ കരുണയിലാണ്. പക്ഷേ കരുണ കാണിക്കുന്നവനായ കർത്താവ് നമ്മൾ അതേ കരുണ മറ്റുള്ളവരോട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. നമ്മളെല്ലാം ക്ഷമിച്ചേച്ച് ചെന്നപ്പോഴല്ല കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത്. അത് നിങ്ങൾ തിരിച്ചറിയണം, അല്ലേ? ഞാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളോട് ക്ഷമിച്ചതിന് ശേഷം ചെന്നപ്പോഴാണോ കർത്താവിനോട് പറഞ്ഞത്, ശരി എല്ലാവരോടും ക്ഷമിച്ചിട്ട് നീ വന്നല്ലോ, കൊള്ളാം, ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നാൽ പിന്നെ നിന്റെ പാപങ്ങളെ ഞാനും ക്ഷമിച്ചേക്കാമെന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല. നമ്മൾ ക്ഷമിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും നിലനിൽക്കെ തന്നെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. പക്ഷേ നമ്മളോട് കർത്താവ് കാണിച്ച ക്ഷമ നമ്മൾ മറ്റുള്ളവരോട് കാണിച്ചില്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയ ക്ഷമ നിരസിക്കപ്പെടും, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യപ്പെടും എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരു ദിവസം അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തൻ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാതിനാൽ അവന്റെ യജമാനൻ അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വന്ന് അവനെ നമസ്കരിച്ചു. യജമാനനെ, ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്നോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുമ്പോൾ അവനെ തടവിലാക്കി വെച്ചു. ഇത് സംഭവിച്ചത് അവന്റെ കൂട്ടുകാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും അവന്റെ യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയും ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവന്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഈ വേദഭാഗം ആത്മാർത്ഥതയോടെ വായിച്ച്
പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എത്ര പേരുണ്ട്? പത്രോസ് വന്ന് ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ? നമ്മളെല്ലാം കണക്ക് നോക്കി ക്ഷമിക്കുന്നവരാണ്. നമ്മൾ പറയുമല്ലോ, 2 പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. ഇത് ബിബ്ലിക്കൽ അല്ല, ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു സിസ്റ്റം അല്ല. വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം എപ്പോഴും ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തല്ല, 2 പ്രാവശ്യം ക്ഷമിച്ചോ 3 പ്രാവശ്യം ക്ഷമിച്ചോ എന്നുള്ളതല്ല, ക്ഷമിക്കുന്നതല്ല വേദപുസ്തകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര വട്ടം? 70 വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 490 പ്രാവശ്യം എണ്ണിക്കൊണ്ടൊന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നിന്റെ സഹോദരൻ എപ്പോൾ നിന്നോട് പിഴച്ചാലും നിനക്ക് ക്ഷമിക്കാനേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ നിനക്ക് കഴിയത്തില്ല. അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ക്ഷമിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യം വേദപുസ്തകത്തിൻ്റെ നിഘണ്ടുവിലില്ല. നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ വാസ്തവം പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാനൊന്നുമില്ല, സംഭവിക്കാനുള്ളത് നമുക്ക് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ക്ഷമിച്ചില്ലേ അവൻ എന്നാ പറ്റാനാ? പക്ഷെ നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ തടവറയിലാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, വെൻ യു ഫോർഗീവ് സംബഡി യു ആർ റിലീസിങ് എ പേഴ്സൺ, യു യുവർ സെൽഫ്. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളൊരു തടവുകാരനെ റിലീസ് ചെയ്യുകയാണ്, തടവുകാരനെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ശരിയാ, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ അവൻ എൻ്റെ തടവിലാണ്. അല്ല, അവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെയാണ് റിലീസ് ചെയ്യുന്നത്. കാരണം ക്ഷമിക്കാത്തിടത്തോളം കാലം നിങ്ങൾ തടവുകാരനാണ്. നമ്മൾ ആരോട് ക്ഷമിക്കുന്നോ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്നോ അവനല്ല തടവുകാരൻ. ആരാണ് തടവുകാരൻ? നമ്മൾ തന്നെയാണ് തടവുകാരൻ, നമ്മളാണ് തടവിൽ. പ്രിയമുള്ളവരെ, ഇതാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതായ യാഥാർത്ഥ്യം. ഇവിടെ കർത്താവ് പറയാണ്, അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് എന്ത്? 2 ദാസന്മാരുടേതായിട്ടുള്ള ഒരു ചരിത്രം. അവിടെ പറയുന്നത് കണക്ക് നോക്കിയപ്പോൾ രാജാവിനോട്, അവിടെ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ്? അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷെ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കോടി രൂപയാണ്. 100 കോടി, ഒന്നും രണ്ടുമല്ല, 100 കോടി രൂപ കടംപ്പെട്ടവനായ ഒരു മനുഷ്യൻ. അവനെ പെട്ടെന്ന് നീ കടം വീട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, നിന്റെ ഭാര്യയെ മക്കളെയൊക്കെ വിറ്റിട്ടാണ് എൻ്റെ കടം വീട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നിട്ട് പറയുന്നു, യജമാനൻ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാമെന്ന്. തന്നു തീർക്കാമെന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് വല്ലതും തന്നു തീർക്കാൻ പറ്റുമോ? കാര്യം കൊടുത്തു വീട്ടാൻ പറ്റാത്തതായ കടമാണ് ഇവൻ കടംപ്പെട്ടിരിക്കുന്നത്. കൊടുത്തു വീട്ടാൻ പറ്റാത്തതായ കടം. അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര അധ്വാനിച്ചാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ദൈവത്തിന് നമ്മൾ കടംപ്പെട്ടിരിക്കുന്നത് കൊടുത്തു വീട്ടാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മളുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് ഒരു കാരണവശാലും സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. കൊടുത്തു വീട്ടാൻ കഴിയാത്തതായ വലിയ കടം. യജമാനൻ മനസ്സിൽ തോന്നി പറഞ്ഞു, ശരി, ഞാൻ കടം ഇളച്ചു തന്നിരിക്കുന്നു. ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ തന്നു വീട്ടാമെന്ന്. തന്നു വീട്ടാൻ പറ്റത്തില്ലെന്നുള്ള അവൻ അറിയാം. അത് ചോദിക്കുന്നുമില്ല, യജമാനൻ ചോദിക്കുന്നില്ല. എത്ര നാൾ കൊണ്ട് തന്നു വീട്ടാമെന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. കാര്യം യജമാനൻ അറിയാം, ഇവനെ കൊണ്ട് ജന്മം ചെയ്താൽ ഇത് തന്നു വീട്ടാൻ കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് യജമാനൻ അവൻ്റെ മുഴുവൻ കടങ്ങളെയും ഇളച്ചു കൊടുത്തു. അവൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവൻ്റെ കൂട്ടുദാസൻ എത്രയാണ്? 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ എന്ന് കൂട്ടിക്കും മാക്സിമം. 100 കോടി എവിടെ കിടക്കുന്നു? 10,000 രൂപ എവിടെ കിടക്കുന്നു? 100 കോടി കടംപ്പെട്ടവൻ അത് മുഴുവൻ ഇളച്ചു കിട്ടിയിട്ട് 10,000 രൂപ കടക്കാരൻ്റെ അടുത്ത് ചെന്ന് അവനോട് ഇപ്പം എൻ്റെ കടം വീട്ടിൽ തരണമെന്ന് പറയുകയാണ്. കർത്താവ് ഇവിടെ പറയുന്ന കർത്താവിൻ്റെ വാക്കുകളുടെ പ്രത്യേകതയാണ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള കടം ഒരിക്കലും ഇളച്ചു വീട്ടാൻ കഴിയാത്തതാണ്. പക്ഷെ മനുഷ്യനോടുള്ള നിങ്ങൾ ഒരു മനുഷ്യൻ നിങ്ങളോട് കടംപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നിങ്ങളോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, അതൊക്കെ വെറും 10,000 രൂപ പോലെ ഉള്ളൂ. അതൊന്നും വലിയൊരു ആനക്കാര്യമല്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച അല്ലെങ്കിൽ കർത്താവിന് നിങ്ങൾ കടംപ്പെട്ടതുമായി തട്ടിച്ചു നോക്കിയാൽ 100 കോടിയും 10,000 തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് നമുക്കെതിരെ ഒരാളൊരു തെറ്റ് ചെയ്യുന്നതും നമ്മൾ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുന്നതും തമ്മിൽ ആലോചിച്ച് നോക്കിയാൽ. പക്ഷേ ഞാൻ തന്നു വീട്ടാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല. അവനെ പിടിച്ച് ജയിലിലാക്കി. അവനെ പിടിച്ച് ജയിലിലാക്കി. ഇത് അവൻ്റെ കൂട്ടുകാരി എന്നിട്ട് പറഞ്ഞു, 100 കോടി ഇളച്ചു കൊടുത്തവനായ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോഴ് ഒരു 10,000 രൂപ കടംപ്പെട്ട ഒരുത്തനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൂ. അവന് എന്ത് ചെയ്യുന്നു? ഈ ദാസനെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ഇനി നീ ഈ പണം തന്നു വീട്ടിട്ട് പുറത്തു പോയാൽ മതിയെന്ന്. ഒരിക്കൽ ക്ഷമിച്ചതല്ലേ? ഒരിക്കൽ ഈ യജമാനൻ ക്ഷമിച്ചതല്ലേ? അതെ. ഈ ക്ഷമയ്ക്ക് വല്ല കണ്ടീഷനും വെച്ചോ? ഇല്ല. പക്ഷേ ഒരു കണ്ടീഷനും വെക്കാതാണ് നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചതെങ്കിലും
നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിച്ച് തന്നത് നള്ളിഫൈ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ഇല്ലാതെയാക്കപ്പെടും, അത് വ്യർത്ഥമായി പോകുമെന്നാണ് ഈ പാഠം പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ പാപക്ഷമ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവർ ക്ഷമിച്ചതിന് ശേഷം ചെന്നപ്പോഴല്ല കർത്താവ് ക്ഷമിച്ചത്. പക്ഷേ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചെങ്കിൽ ഇനി സകല കടങ്ങളും നിങ്ങൾ ക്ഷമിച്ചു കൊടുത്താലേ പറ്റൂ. തന്നു വീട്ടാമെന്ന് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ്. ദൈവത്തിന് നമുക്ക് കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തു വീട്ടാൻ പറ്റും. അതായത് ദൈവം നമുക്ക് തന്ന പാപക്ഷമ ലോകത്തിൽ നാം ഇടപെടുന്നവരായ മറ്റുള്ളവർക്ക് കൊടുത്തു വീട്ടുമ്പോഴാണ് നമ്മളുടെ പാപങ്ങൾ കൊടുത്തു വീട്ടപ്പെടുന്നത്. ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ തന്നു വീട്ടാം. അവന് കൊടുത്തു വീട്ട ദൈവത്തിനോടുള്ള കാര്യത്തിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുത്തു വീട്ടാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. പക്ഷേ ഇവന് കൊടുത്തു വീട്ടാൻ പറ്റും. എങ്ങനെ? അവനോട് കടംപെട്ടവരോട് ക്ഷമിക്കാൻ അവന് പറ്റും. അതാണ് വാസ്തവത്തിൽ കൊടുത്തു വീട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ലഭിച്ച വലിയ പാപക്ഷമ തന്നെ ഇല്ലാതെയാകുമെന്ന്. സർവവും ഗണി